മഹാരാജാവിനെ പ്രണയിച്ച് ഭ്രാന്തിയായവൾ. ഇതൊരു സാങ്കല്പിക കഥയല്ല, തികച്ചും യാഥാർത്ഥ്യമായൊരു ജീവിത കഥ. സുന്ദരി ചെല്ലമ്മയുടെ പ്രണയകഥ. 20-ാം നൂറ്റാണ്ടിൽ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നവരിൽ ഭൂരിഭാഗം പേരും ഇന്നും ഓർക്കുന്ന പേരാണ് സുന്ദരി ചെല്ലമ്മ. നർത്തകിയും ഗായികയുമായിരുന്ന അവർ ജീവിതത്തിന്റെ ഏറിയ പങ്കും ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിനെ പ്രണയിച്ചു. അവസാന നാളുകളിൽ വിഷാദരോഗത്തിന് അടിമയായിട്ടും സുന്ദരി ചെല്ലമ്മ അവളുടെ പതിവുകൾ മുടക്കാതെ തമ്പുരാനെ കാത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഇടവഴികളിലും മറ്റും തങ്ങി. 1924 ശ്രീമൂലം തിരുനാൾ മരണപ്പെടുന്നു. 18 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ശ്രീ ചിത്തിര തിരുനാൾ ഭരണം ഏറ്റെടുക്കേണ്ടതായി വന്നു. എന്നാൽ അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകാത്തതിനാൽ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരി സേതുലക്ഷ്മി ഭായ് റീജന്റായി ഭരിച്ചു. 1931 ശ്രീ ചിത്തിര തിരുനാൾ അധികാരം ഏറ്റെടുത്തത്. 1956 നവംബർ 1 തലേനാൾ വരെ രാജാവായും തിരുക്കൊച്ചി രാജപ്രമുഖനായും അദ്ദേഹം ഭരണത്തിൽ തുടർന്നു. അന്ന് കോട്ടയ്ക്കകത്തെ വടക്കേ നടയിലെ പെൺകുട്ടികൾക്കായുള്ള നൃത്ത സ്കൂളിലെ നൃത്ത അധ്യാപികയായിരുന്നു ചെല്ലമ്മ. ചെല്ലമ്മ അതീവ സുന്ദരിയായിരുന്നു, സംഗീത നൃത്താദികളിൽ നിപുണയും. ഒരു ദിവസം സ്കൂളിനു മുന്നിലൂടെ ശംഖുമുദ്ര വെച്ച കാറിൽ സുന്ദരനായ രാജകുമാരൻ കടന്നു പോകുന്നത് കാണാനിടയായി. ആദ്യ ദർശനത്തിൽ തന്നെ അവൾക്ക് രാജാവിൽ പ്രണയമുദിക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ കാണാൻ കിട്ടുന്ന ഒരവസരവും ചെല്ലമ്മ പാഴാക്കിയില്ല. അങ്ങനെ ഇരിക്കെയാണ് വഴിത്തിരിവായ ഒരു സംഭവം നടക്കുന്നത്. സ്കൂളിൽ സംഘടിപ്പിച്ച പ്രധാന ആഘോഷത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിക്കാൻ സഹപ്രവർത്തകയായ ഭാനുമതി ടീച്ചർ ചെല്ലമ്മയെ ക്ഷണിക്കുന്നു. ആദ്യം അവൾ നിരസിച്ചെങ്കിലും മുഖ്യാതിഥി രാജാവാണെന്ന് അറിഞ്ഞതിനാൽ അഭിനയിക്കാൻ തയ്യാറാകുന്നു. നാടകത്തിനു ശേഷം അഭിനയിച്ചവർക്കെല്ലാം രാജാവ് തിരുവിതാംകൂറിന്റെ പരമ്പരാഗത വസ്ത്രമായ പുടവ കൊടുത്ത് അഭിനന്ദിച്ചു. പക്ഷെ ചെല്ലമ്മയുടെ മനസ്സിലത് ശരിയായ പുടവ കൊടുക്കൽ ആയി മാറി. സ്കീസോഫീനിയയുടെ അവസ്ഥയിലായിരുന്നു അന്ന് ചെല്ലമ്മ. രാജാവ് തന്നെ കല്യാണം കഴിച്ചതായി മനസ്സിൽ സങ്കല്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു ചെല്ലമ്മ. പിന്നെ എന്നും അണിഞ്ഞൊരുങ്ങി ചെല്ലമ്മ ഒരു തമ്പുരാട്ടിയായി മാറി. വീട്ടുകാരും നാട്ടുകാരും ചെല്ലമ്മയുടെ മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങി. അവർ ഒരു മുഴുഭ്രാന്തിന്റെ ഉന്മാദ അവസ്ഥയിലെത്തി. അങ്ങനെ ചെല്ലമ്മയെ സ്വദേശമായ നാഗർകോവിലേക്ക് കൊണ്ടുപോയി. വീട്ടുകാർ ഒരു വിവാഹം കഴിപ്പിച്ചെങ്കിലും അത് പരാജയമായി മാറി. അങ്ങനെ വീട്ടുകാരും നാട്ടുകാരും ചെല്ലമ്മയെ കൈയൊഴിഞ്ഞു. അങ്ങനെ തന്റെ രാജാവിനെ കാണാനായി തിരുവനന്തപുരത്തേക്ക് അവൾ വീണ്ടും തിരിച്ചെത്തി. എങ്ങോട്ടും പോകാതെ അവൾ തിരുവനന്തപുരത്തിന്റെ നഗരവീഥികളിൽ കഴിഞ്ഞു. ഒരു നാൾ തന്റെ പ്രണയം സഫലമാകുമെന്ന പ്രതീക്ഷയിൽ വാർദ്ധക്യം വരെ ചെല്ലമ്മ അണിഞ്ഞൊരുങ്ങി നടന്നു. ഒരു ദിനം തന്റെ പ്രണയം സഫലമാകുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടാകാം. രാജാവിനെ കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ കാവൽക്കാർ അവളെ ആട്ടിയകറ്റി. അങ്ങനെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാതെ രാജാവ് കടന്നു വരുന്ന വീഥികളിൽ അവൾ കാത്തുനിൽപ്പ് തുടങ്ങി. പട്ടുസാരിയും വില കൂടിയ ആഭരണങ്ങളും ധരിച്ച് അവൾ കാത്തുനിന്നു. ആളുകൾ സുന്ദരി ചെല്ലമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. ആരെ കണ്ടാലും രാജാവിന്റെ ഭാര്യ എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. ഓരോ ദിവസവും അവരുടെ മാനസികാരോഗ്യം തകരാറിലായിക്കൊണ്ടേയിരുന്നു. കുട്ടികളും കൗമാരക്കാരും അവരെ കളിയാക്കി തുടങ്ങി. മാസങ്ങളും വർഷങ്ങളും അങ്ങനെ കടന്നുപോയി. ചെല്ലമ്മ വൃദ്ധയായി. അപ്പോഴും അവരുടെ മനസ്സിലെ പ്രണയം കെട്ടടങ്ങിയില്ല. കാവൽക്കാർ അവരെ ആട്ടി ഓടിച്ചു. സഹതാപം പൂണ്ട മറ്റുള്ളവർ അവർക്ക് ഭക്ഷണവും പുതുവസ്ത്രങ്ങളും നൽകിയിരുന്നു. 20കളുടെ അവസാനം മുതൽ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് പരിചിത മുഖമായി മാറിയിരുന്നു സുന്ദരി ചെല്ലമ്മ. ഒരു ദിവസം വടക്കേ നടയിൽ നമസ്കരിച്ച പോലെ അവരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾ കാണാനിടയായി. അത് അവരുടെ പത്മനാഭസ്വാമിക്ക് മുമ്പിലുള്ള അവസാനത്തെ തൊഴലായിരുന്നു. അങ്ങനെ ആളും ആരവവുമില്ലാതെ ആ സുന്ദരി ചെല്ലമ്മ യാത്രയായി. തൈക്കാട് ശാന്തി കവാടത്തിൽ അവരങ്ങനെ ഓർമ്മയായി. ജീവിതത്തിൽ തന്റെ ആഗ്രഹം നടപ്പാക്കാൻ കഴിയാതെ അവർ യാത്രയായി. ഒരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് വാളുമായി വന്ന മഹാരാജാവിന്റെ സമീപത്തേക്ക് ഓടിച്ചെന്ന ചെല്ലമ്മയെ അന്ന് പരിചാരകർ ആട്ടി അകറ്റിയപ്പോൾ മഹാരാജാവ് അവരെ ആരും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അത് ചെല്ലമ്മയ്ക്ക് ചെറിയ ആശ്വാസം നൽകിയ കാര്യമായിരുന്നു. തിരുവനന്തപുരംകാർ മറക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം. ഒരു ദുരന്ത പ്രണയകഥയിലെ നായികയായി ഇന്നും തിരുവിതാംകൂറിലെ പഴയ തലമുറയുടെ ഓർമ്മകളിൽ അവർ ജീവിക്കുകയാണ്. സുന്ദരി ചെല്ലമ്മയായി.